അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് സമരം പ്രഖ്യാപിച്ചത് രണ്ട് കക്ഷികളോടാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞവരോട് ഞാൻ നേരിട്ട് സമരത്തിലാണ്. രണ്ട്, പലിശ തിന്നുന്നവരോട് ഞാൻ അവരോട് നേരിട്ട് സമരത്തിലാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ നിലക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഇനി മുഅ്മിനീങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഇന്നാളെ പിടിച്ചോ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഊതൂനസ്സകാത്ത വഹും റാക്കിഊൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? ഇന്നയാളെ സമീപിച്ചോ, അയാളെ സമീപിച്ചോ, നിങ്ങളെ കാര്യം നടക്കും. അള്ളാഹു ഏൽപ്പിച്ചതാണ്, റബ്ബ് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. അതാണ് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസക്കാരായ നാം ചെയ്യുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാരെ റബ്ബ് നമുക്ക് നിയോഗിച്ചു തന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഔലിയാഇന്റെ സംവിധാനം. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ശാസ്ത്രമാണ് ഈ പറഞ്ഞത്. വിശാലമായൊരു വിഷയത്തിന്റെ രത്നച്ചുരുക്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ദീർഘമായി വിശാലമായി അതിലേക്ക് കടക്കാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഔലിയാക്കന്മാർ. അമ്പിയാ എന്ത് പണിയാണോ ഇവിടെ ചെയ്തത് അത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഔലിയാക്കന്മാർ. അവർ ആരാണ് എന്ന നിർവചനമാണ് നിങ്ങളുടെ മുമ്പിൽ ചുരുക്കി ഞാൻ പറഞ്ഞത്. എന്താണ് ഈ ഔലിയാക്കന്മാരുടെ പണി? അമ്പിയാവിന് എന്തായിരുന്നോ പണി അതാണ്. എന്താ അമ്പിയാവിന്റെ പണി? പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം. അത് തന്നെയാണ് ഔലിയാവിന്റെയും പണി. ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പൂർത്തീകരിച്ച, പ്രസിദ്ധം ചെയ്ത, പ്രചരിപ്പിച്ച ദീൻ ഒരു പോറലുമേൽക്കാതെ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് കൈമാറി 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 എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഈ ഔലിയാക്കന്മാർക്ക് എന്തെല്ലാം വേണം? അമ്പിയാവിനുള്ളതൊക്കെ അവർക്കും വേണം. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു എന്ത് കൊടുത്തു? ദീൻ പ്രചരിപ്പിച്ചപ്പോൾ ശത്രുക്കളെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യമായ ശക്തിയും കഴിവും മുഅ്ജിസത്ത് മുഖേന അല്ലാഹു കൊടുത്തു. അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കും കൊടുത്തു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ, ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു പോകരുത്. അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്ന കക്ഷികൾ രണ്ട് കൂട്ടരാണ്. ഒന്ന് നബിമാർ. ഞാൻ നബിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അല്ലാഹു കൊടുത്ത അത്ഭുത സിദ്ധികൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. അംബിയാഇന്റെ ശേഷം അവർ പഠിപ്പിച്ച പരിശുദ്ധ ദീൻ ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്ന കക്ഷികളാണ് ഔലിയാക്കന്മാർ. അവർ നബിയാണ് എന്ന് വാദിക്കുന്നില്ല. അവർ ആ നബിമാരുടെ ഖാദിമീങ്ങളാണ് എന്ന് മാത്രമാണ് വാദിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കയ്യിൽ വരുന്ന അത്ഭുത സിദ്ധികൾക്ക് മുഅ്ജിസത്ത് എന്നല്ല പറയുക, കറാമത്ത് എന്നാണ് പറയുക. രണ്ട് സംഗതി ഒന്നാണ്, അമാനുഷിക സിദ്ധികളാണ്. ഒന്ന് മുഅ്ജിസത്ത്, രണ്ട് കറാമത്ത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ് എന്ന് വാദിച്ചിട്ട് കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. കറാമത്ത് എന്ന് പറഞ്ഞാലോ നബിയാണ് എന്ന് വാദിക്കാതെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ സേവകരാണ് എന്ന് മാത്രമേ അവർ അവകാശപ്പെടുന്നുള്ളൂ. നബിയാണ് എന്ന് അവകാശപ്പെടാൻ പാടില്ല. അത് ഹറാമാണ്, തെറ്റാണ്, കുഫ്രിയത്താണ്. നബിയാണെന്ന് വാദിക്കാതെ കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അമ്പിയാഇന് എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായോ അത് മുഴുവനും ഔലിയാഇന് കറാമത്തായിട്ടുണ്ടാകാം. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസതൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമതൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. ഒരു നബിക്ക് മുഅ്ജിസത്തായിട്ട്, ഏതൊരു നബിക്കും മുഅ്ജിസത്തായിട്ട് എന്ത് അത്ഭുതം അല്ലാഹു കൊടുത്തോ ആ കൊടുത്ത അത്ഭുതങ്ങൾ കറാമത്തായി കൊണ്ട് ഔലിയാക്കന്മാർക്ക് ഉണ്ടാകാം. ഏതൊരു മുഅ്ജിസത്ത് നിങ്ങൾ പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കന്മാർക്ക് കറാമത്തായിട്ടുണ്ടായത് പറയാൻ കഴിയും. ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായീലിലെ നബിമാരെ പോലെയാണ് എന്ന ഒരു ഹദീസുണ്ട്. ചെറിയ അറിവ് വെച്ചിട്ട് സാധുവായ ഞാൻ ഒരു പ്രസംഗത്തിൻ്റെ റെഫറൻസിന് വേണ്ടി ഞാൻ കിതാബുകൾ പരതിയപ്പോൾ, ആ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായപ്പോൾ അംബിയാഇന്റെ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ട മുൻകാല പ്രവാചകന്മാർക്ക് ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ,
ബനി ഇസ്രായേലിലെ നബിമാരെ പോലെയാണെന്ന് പറഞ്ഞ ബനി ഇസ്രായേലിലെ നബിമാർക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തുകളൊന്ന് പരതി നോക്കി. വിവിധ കിതാബുകളിൽ നിന്നും ഖുർആനുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ആയാത്തുകളിൽ നിന്ന് ആ മുഅ്ജിസത്തുകൾ പെറുക്കിയെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കന്മാർക്ക് കറാമത്തുകൾ സംഭവിച്ചത് നോക്കിയപ്പോൾ 150-ലധികം മുഅ്ജിസത്തുകൾ എൻ്റെ അറിവിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചു അറിവ് വെച്ച് 150 മുഅ്ജിസത്തുകൾ, 150-ലധികം മുഅ്ജിസത്തുകൾ, മുൻകാല പ്രവാചകന്മാർക്കുണ്ടായ മുഅ്ജിസത്തുകൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കന്മാർക്കും സഹാബത്ത് മുതൽക്ക് ഏറ്റവും വലിയ ഔലിയാക്കന്മാര് സ്വഹാബികളാണ്. അവിടെ നിന്നിങ്ങോട്ട് ഔലിയാവിന് കറാമത്തായിട്ട് ഉണ്ടായത് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് അതിൻ്റെ ചില സാമ്പിളാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞത്. ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല കറാമത്തായിട്ട് കൊടുത്തത് ഇഷ്ടം പോലെ കിടക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായിരുന്നു എന്ത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തവീലിൽ ഹദീതി ഫാത്തിറസ് സമാവാതി വൽ അർളി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പലർക്കും അത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രമുഖൻ ആ വിഷയത്തിൽ ആരാണ്? മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് മുഹമ്മദ് ബിൻ സിരീൻ? 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനാണ്. കിബാറു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും നിരവധി സ്വഹാബത്തിന്റെ വക്കൽ നിന്ന് ഇൽമു പഠിച്ച മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പ്രമുഖരിൽ അത്യുന്നതനായ മഹാൻ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് അത്ഭുതങ്ങളുള്ള മനുഷ്യനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. എന്താ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം? നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം. ചർവിത ചർവണമായി നിങ്ങൾക്ക് വിരസതയുണ്ടാവരുത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് മുത്ത് നബി തങ്ങളെ ഖബർ പൊളിച്ചു കളഞ്ഞിട്ട് മൂടുകല്ലുകളൊക്കെ വലിച്ചെറിഞ്ഞു. ആ ഖബറ് സ്വപ്നത്തിൽ എന്തും കാണാട്ടോ. ഒരു മനുഷ്യന് സ്വപ്നത്തിൽ ഇന്നത് കാണുന്നില്ലല്ലോ. സ്വപ്നത്തിൽ കാണുകയാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൻ്റെ മൂടുകല്ലൊക്കെ എടുത്ത് വലിച്ചെറിയാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ വലിച്ചൂരിയെടുത്ത് നെഞ്ചത്തേക്ക് ഇങ്ങനെ കൂട്ടിവെക്കുന്നൊരു സ്വപ്നം. സുബ്ഹാനല്ലാഹ്, പേടിച്ചുപോയി. എന്താണ് ഇതിൻ്റെ തഅബീർ എന്നറിയാതെ. അന്നത്തെ ലോകത്ത് അതിൻ്റെ തഅബീർ പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യനും ഇല്ല. പറഞ്ഞു കേട്ടു, ഇബ്നു സിരീൻ എന്നൊരു പണ്ഡിതനുണ്ട്, അവിടെ പോയാൽ അറിയാം. ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ വന്ന കാര്യം? ഞാൻ ഒരു സ്വപ്നം കണ്ടു, അതിൻ്റെ തഅബീർ അറിയാൻ വന്നതാണ്. എന്താ കണ്ട സ്വപ്നം? ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹിനെ ഖബർ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് തങ്ങളെ ശരീരത്തിൽ നിന്ന് എല്ലൊക്കെ വലിച്ചൂരിയെടുത്തിട്ട് നെഞ്ചത്തേക്ക് വെക്കുന്നൊരു സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നം താൻ കാണൂലല്ലോ. കണ്ടു തങ്ങളെ. അങ്ങനെ ഒരു സ്വപ്നം താൻ കാണൂല. ഞാൻ കണ്ടു തങ്ങളെ. അതറിയാൻ വേണ്ടി വന്നത്. എടാ, അതാ കൂഫയിലുണ്ട് അബൂ ഹനീഫ, മൂപ്പരെ കാണുള്ളൂ. ആ അബൂ ഹനീഫ തന്നെയാണ് ഞാൻ. അൽ മഷൂർ, ആ ഫേമസ് ആയ അബൂ ഹനീഫ. അങ്ങനെ ജനങ്ങളൊക്കെ പറയുന്നുണ്ട് മഷൂർ എന്ന്. ഞാനാണ് അബൂ ഹനീഫ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് എന്ന് തെളിവ് സഹിതം ബോധ്യപ്പെട്ടതിന് ശേഷം, താൻ അബൂ ഹനീഫയാണെന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു അതിൻ്റെ തഅബീർ പറഞ്ഞു കൊടുക്കുന്നു. പേടിക്കണ്ട, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീത്ത് യഥാവിധി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അല്ലാഹു താങ്കൾക്ക് തന്നിരിക്കുന്നു. റസൂലുള്ള നേരിട്ട് താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നങ്ങ് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പേരിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാൽനടയായും മറ്റും ഇബ്നു സിരീൻ തങ്ങൾ വഫാത്താകുന്നത് വരെ സന്ദർശിക്കുകയും ദ്വാരിപ്പിക്കുകയും ചെയ്തിരുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹീതനായ മഹാനാണ്. അങ്ങനെ ഒരുപാടുണ്ട്, പലരുമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ നടന്നു പോകുന്നു.
ഈസാ നബി അലൈഹി സ്വലാം നടന്നു പോകുമ്പോൾ അതാ ഒരാൾ അവരുടെ കയ്യിൽ ഈസാ നബി നടന്നു പോകുമ്പോൾ പിന്നാലെ ഒരാൾ കൂടി ഞാനും വരാം, നീ എൻ്റെ കൂടെ വരണ്ട, അത് പറ്റില്ല, വന്നേ പറ്റൂ. അവരെ ആളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ വഴിയിൽ വെച്ച് അവരുടെ കയ്യിൽ 2 പത്തിരിയുണ്ട്. ആ 2 പത്തിരി, ഒരാളൊരു പത്തിരി നിന്ന് മറ്റാളൊരു പത്തിരി നിന്ന്, ഒരു പത്തിരി ബാക്കി വെച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈസാ നബി പറഞ്ഞു, ഞാൻ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ച് വരാം, ഒതു ഉണ്ടാക്കിയൊക്കെ വരാം, ഈ പത്തിരി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം പുഴയിലിറങ്ങി വെള്ളം കുടിച്ച് ഒതുവൊക്കെ ചെയ്ത് വന്നപ്പോൾ ഈ പത്തിരി കാണാനില്ല. എവിടെ പോയടാ പത്തിരി? അല്ലാഹ് എനിക്കറിയില്ല. ഈസാ നബിക്ക് ഉറപ്പാ ഇവനാ അല്ലാത്തത് വേറെ ആരും ഇവിടെ തിന്നാനില്ല. പക്ഷെ നേരെ കണ്ണിൽ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് താനാണെന്ന് അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ പറയും നീ അതിനെ കാണാതെ എങ്ങനെ പറയാ? കുട്ടിയാമ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ മഹാനുണ്ടായിരുന്നു. മഖ്ദൂമിൻ്റെ വക്കൽ നിന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയ മഹാന്റെ വക്കൽ നിന്നൊക്കെ നേരിട്ട് ഇജാസത്ത് ഫത്ഹുൽ മുഈൻ്റേത് കിട്ടുകയും പണ്ഡിത ലോകത്ത് ഏറ്റവും വലിയ ആദരവ് കിട്ടപ്പെട്ട മഹാനായ മനുഷ്യനാണ് കുട്ടിയാമ മുസ്ലിയാർ. പള്ളിയുടെ ബാത്റൂമിൽ മൂത്രമൊഴിക്കാനിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരാൾ വന്നിട്ട് തലക്കടിച്ചിട്ടാണ് മഹാനവറുകൾ മരണപ്പെടുന്നത്. തൻ്റെ ശത്രു അക്കാലത്ത്. ആലിമീങ്ങൾക്കൊന്നും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഷാഫി ഇമാമിനുണ്ടായിട്ടില്ലേ, റസൂലുള്ളാഹിക്ക് അബൂജഹൽ ഉണ്ടായിട്ടില്ലേ, നബിമാർക്ക് ഒക്കെ ഉണ്ടാവും. അങ്ങനെ മഹാനായ കുട്ടിയാമ മുസ്ലിയാർ കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതി വിസ്തരിക്കുകയാണ്. കുട്ടിയാമ മുസ്ലിയാരെ, നിങ്ങളെ കൊന്നത് അദ്ദേഹമാണെന്നങ്ങ് പറഞ്ഞാൽ എന്ത് ശിക്ഷയും കൊടുക്കാം. ഭൗതിക ലോകം മുഴുവനും കുട്ടിയാമ മുസ്ലിയാരെ ബഹുമാനിക്കുന്ന കാലമാണ്. കുട്ടിയാമ മുസ്ലിയാർ പറഞ്ഞു, അയാൾ എന്നെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ബാത്റൂമിലേക്ക് കയറി വന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, എന്നെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മളാണെങ്കിൽ എന്തു പറയും? നേരെ കണ്ണിൽ കണ്ടതേ പറയാവൂ എന്ന നിർബന്ധം ആ സ്വാലിഹീങ്ങൾക്കുണ്ട്. അത് അമ്പിയായിൽ നിന്നും മഹാന്മാരിൽ നിന്നും പഠിച്ചതാ. ബഹുമാനപ്പെട്ട കുട്ടിയാമ മുസ്ലിയാർ കണ്ടു ഇയാൾ ബാത്റൂമൊക്കെ കയറി വരുന്നത്. വേറൊരാളവിടെ വന്നിട്ടില്ല, വേറെ വാതിലും അവിടെ ഇല്ല. അത് കരീനത്ത് കൊണ്ട് പറഞ്ഞില്ല. നേരെ കണ്ണിൽ കണ്ടാലേ എന്നെ അടിച്ചത് ഇയാളാണെന്ന് ഉറപ്പ് പറയാൻ പറ്റൂ. ഇദ്ദേഹം ബാത്റൂമിലേക്ക് കടക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ, എന്നെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇയാളാണ് അടിച്ചത് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ രോഗത്തിലാണ് കുട്ടിയാമ മുസ്ലിയാർ വഫാത്താകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പിന്നെ എങ്ങനെയായി എന്നുള്ളതൊന്നും പിന്നെ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ദാരുണമായ മരണങ്ങളാണ് പിന്നെ സംഭവിക്കുക.